റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 30-ാം ഭാഗം. ഇപ്പോൾ അവളുടെ തന്നെ ഏരിയയിൽ അവളുടെ ആൾക്കാരുടെയും താമസം. എന്താ കാര്യം? അവർ സുധ എന്ന് പേര് പറഞ്ഞപ്പോൾ രേഷ്മയുടെ മനസ്സിൽ പലവിധ സംശയങ്ങൾ പൊന്തി വന്നു. ആനന്ദി രഹസ്യമായി വിളിക്കാറുള്ള സുധ അക്ക അവർ തന്നെ ആയിരിക്കുമെന്ന് അവൾ കണക്കുകൂട്ടി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് അവരുടെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു. ഈ സുധ എന്ന സ്ത്രീ താമസിക്കുന്ന സ്ഥലം എവിടെയാ? രേഷ്മ ചോദിച്ചു. അതാ സ്കൂളിനടുത്ത. 15 മിനിറ്റ് മുന്നോട്ട് നടന്നിട്ട് ഇടത്തേക്ക് തിരിഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്താം. ശരി അമ്മ, നന്ദി. രേഷ്മ അവരെ കൈകൂപ്പി കാണിച്ചിട്ട് വെട്ടി നിന്നിരുന്ന ഭാഗത്തേക്ക് നടന്നു ചെന്നു. ആ ഓട്ടോ പറഞ്ഞു വരണ്ടായിരുന്നു. രേഷ്മ അവർ കടന്നു വന്ന വഴിയിലേക്ക് നോക്കി പറഞ്ഞു. എന്തു പറ്റി? നമ്മൾ അന്വേഷിച്ചു വന്ന ആ ഫാമിലി കുറച്ചപ്പുറത്തേക്ക് താമസം മാറിയെന്ന്. രേഷ്മേ, ഇനിയെങ്കിലും കാര്യം എന്താണെന്ന് നീ ഒന്ന് പറയുന്നുണ്ടോ? അവളുടെ മറ്റടുത്തൊരു സസ്പെൻസ്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഒന്നുമില്ല വെട്രി, നമ്മുടെ ആനന്ദിയില്ലേ, അവൾക്കുള്ളൊരു സർപ്രൈസാ. വാ, നമുക്ക് അമ്മ പറഞ്ഞ വഴിക്ക് പോകാം. രേഷ്മ അത് പറഞ്ഞിട്ട് മുൻപേ നടന്നു. വെട്രി എന്തെങ്കിലും ആവട്ടെ എന്ന മുഖഭാവത്തോടെ അവളെ പിന്തുടർന്നു. റാം ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെയെത്തി. പ്ലാറ്റ്ഫോമിലെ ആ ബെഞ്ചിൽ തന്നെ റാമിൻ്റെ ബാഗും മടിയിൽ വെച്ച് മല്ലി മുന്നോട്ട് നോക്കി അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ സമീപത്ത് സമോസ വിൽക്കുന്ന അമ്മച്ചിയും നിലത്തായി ഇരിപ്പുണ്ട്. മല്ലി, എൻ്റെ കൂടെ വാ. അവൻ അവിടേക്ക് നടന്നു ചെന്നുകൊണ്ട് അവളെ വിളിച്ചു. യാതൊരുവിധ വികാരങ്ങളുമില്ലാത്ത മുഖഭാവത്തോടെ അവൾ അവനെ നോക്കി. ഒന്ന് വായോ പ്ലീസ്. അവൻ കുട്ടികളെപ്പോലെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. മല്ലി ഒന്ന് ദീർഘനിശ്വാസം മുതത്തിട്ട് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു. ശേഷം അവൻ്റെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോയി. സമോസ വിൽക്കുന്ന അമ്മച്ചിയും അവരുടെ പിന്നാലെ സമോസയുമായി നടന്നു. മേൽപ്പാലം കയറിയിറങ്ങി റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡിലേക്ക് കടക്കുന്ന ഭാഗമെത്തിയപ്പോൾ റാം അവളെ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചു. അവൾ നോക്കുമ്പോൾ അവിടെ ഫുട്പാത്തിലായി ഒരു കറുത്ത ക്ലാസിക് ബുള്ളറ്റ് ബൈക്ക് ഇരിക്കുന്നത് കണ്ടു. നീ ഇതുവരെ ആരുടെയും കൂടെ ബൈക്കിൽ കയറിയിട്ടില്ലല്ലോ? എങ്കിൽ ആ ക്രെഡിറ്റ് എനിക്ക് വേണം. നീ എൻ്റെ കൂടെയായിരിക്കണം ജീവിതത്തിൽ ആദ്യമായി ബൈക്കിൽ കയറേണ്ടത്. അവൻ അവളുടെ കയ്യിലായി മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സമോസ വിൽക്കുന്ന അമ്മച്ചി ചിരിച്ചുകൊണ്ട് അവർ ഇരുവരെയും നോക്കി. ചെല്ലടി, അവൻ വിളിക്കുന്നതല്ലേ. മടിച്ചു നിന്ന മല്ലിക്കിട്ട് ഒരു തട്ട് കൊടുത്തുകൊണ്ട് അമ്മച്ചി പറഞ്ഞു. മല്ലി അവരെ ഒന്ന് നോക്കിയിട്ട് റാമിനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള കാര്യത്തിൽ അവൾ തിരിച്ചറിഞ്ഞു. നീ എനിക്ക് ആരാണ് റാം? എന്തിനാ എനിക്ക് വേണ്ടി നീ നിൻ്റെ വിലപ്പെട്ട സമയവും കാശുമൊക്കെ ഇങ്ങനെ കളയുന്നത്? അവളുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നത് കണ്ടപ്പോൾ റാം അവളെയും പിടിച്ചു വലിച്ചുകൊണ്ട് ബൈക്കിനരികിലേക്ക് പോയി. തീവ്രമായ പൊട്ടലോടെ ബിനീഷിൻ്റെ ആ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. മല്ലിക്ക് ബൈക്കിലിരിക്കുവാൻ അത്ര പിടുത്തമുണ്ടായിരുന്നില്ല. എങ്കിലും കണ്ടുള്ള പരിചയത്തിന്മേൽ അവൾ റാമിൻ്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറി. ഇരുന്നോ? അവൻ ചോദിച്ചു. അവൾ മൂളി. മല്ലിക്ക് ബൈക്കിലിരിക്കാൻ അത്ര വശമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ റാം അവളുടെ വലതു കൈ എടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു. ഭയപ്പെടണ്ട, എന്നെ മുറുകെ പിടിച്ചോ. അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. അവരിരുവരും പോകുന്നത് സമോസ വിൽക്കുന്ന അമ്മച്ചി സന്തോഷത്തോടെ നോക്കി നിന്നു. റോഡിലൂടെ റാമിൻ്റെ നെഞ്ചിൽ മുറുകെ പിടിച്ച് ബൈക്കിൽ പോകുമ്പോൾ മല്ലി ഒപ്പം പോകുന്ന വണ്ടികളിലേക്കൊക്കെ നോക്കി. ആ നിമിഷത്തിൽ സന്തോഷമാണോ സങ്കടമാണോ തനിക്ക് തോന്നുന്നതെന്ന് മല്ലിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അവളുടെ നെഞ്ചിലപ്പോഴും തൻ്റെ അനുജൻ തന്നെ ചവിട്ടിയ വേദന ശാരീരികമായും മാനസികമായും ഇടയ്ക്കിടെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. റാം മല്ലിയെയും കൂട്ടി നേരെ പോയത് തൻ്റെ കോളേജിലേക്കായിരുന്നു. മല്ലിയുമായി റിസപ്ഷനിലേക്കുള്ള പടികൾ കയറി വരുന്ന റാമിനെ കണ്ടതും ആനന്ദി സംശയത്തോടെ നോക്കി. എനിക്ക് ശ്രീനിവാസ് സാറിനെ ഒന്ന് അത്യാവശ്യമായി കാണണം. അന്ന് നമ്മൾ പറഞ്ഞ കാര്യമില്ലേ, അത് സംസാരിക്കാനാ. കൂടെ നീയും ഒരു സപ്പോർട്ടിന് വരണം. ഒറ്റ ശ്വാസത്തിൽ റാം പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ആനന്ദി കസേരയിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് മല്ലിയെ റിസപ്ഷനിലെ കസേരയിലിരുത്തി റാമിനെയും കൂട്ടി ശ്രീനിവാസ് സാറിൻ്റെ റൂമിലേക്ക് പോയി. മല്ലിക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ലെങ്കിലും ആനന്ദിയുടെ നിർദ്ദേശപ്രകാരം അവൾ റിസപ്ഷനിൽ തന്നെ ഇരുന്നു. ഏകദേശം 20 മിനിറ്റുകൾ കഴിഞ്ഞതും ആനന്ദി റാമും കൂടി പുറത്തേക്കിറങ്ങി വന്ന് മല്ലിയെ ഒന്ന് നോക്കി. കാര്യമെന്താണെന്ന് മനസ്സിലാവാതെ അവൾ സാവധാനത്തിൽ നടന്ന് റിസപ്ഷൻ ടേബിളിനരികിലേക്ക് ചെന്നു. ആനന്ദി ടേബിളിലെ ഡ്രോയിൽ നിന്നും ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് മല്ലിയുടെ നേർക്ക് നീട്ടി. മല്ലി അവരെ ഇരുവരെയും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ശേഷം ആ പാക്കറ്റ് തുറന്നു നോക്കി. ഒരു ജോഡി ചിലങ്കുകളായിരുന്നു അത്. ഡാൻസ് അക്കാഡമിയിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ചിലങ്കില്ലാതെ നിന്നെ ക്ലാസ്സിൽ കയറ്റില്ല മല്ലി, ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആനന്ദത്താൽ വിറയ്ക്കുന്ന മല്ലിയുടെ കൈകളിലിരുന്ന് ആ ചിലങ്കുകൾ ശബ്ദമുതിർത്തു. വാണിയമ്പാടിയിൽ പൂട്ടിക്കിടക്കുന്ന ഒരു വീടിൻ്റെ മുന്നിൽ വെട്രിയും രേഷ്മയും പരസ്പരം നോക്കി നിന്നു. വിദ്യാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ, വാണിയമ്പാടി. രേഷ്മ തൻ്റെ മുന്നിലെ ഗേറ്റിൻ്റെ ആർച്ചിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു. ആനന്ദിയുടെ വീട്ടിൽ ആരുമില്ലെന്ന് കണ്ടതും രേഷ്മ വെട്രിയെയും കൂട്ടി അവർ കടന്നു വന്ന വഴിയിൽ കണ്ട സ്കൂളിലേക്ക് പോയി. ആനന്ദിയുടെ സർട്ടിഫിക്കറ്റിൽ ആ സ്കൂളിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. പ്യൂണിനോട് പ്രിൻസിപ്പളിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ 5 നിമിഷം കാത്തിരിക്കുവാൻ അയാൾ അവരോട് പറഞ്ഞു. രേഷ്മേ, നീ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും നല്ല ഉദ്ദേശമാണെന്ന് തോന്നുന്നില്ല. ആനന്ദി ഇതൊക്കെ അറിഞ്ഞാൽ എന്താകും സ്ഥിതി? വെട്രി ഓഫീസ് റൂമിൻ്റെ മുന്നിലെ സ്റ്റീൽ കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. നീ എന്തിനാണ് ആനന്ദി ഇങ്ങനെ പേടിക്കുന്നത്? നമുക്കൊരു സംശയം തോന്നി, അത് തീർക്കാൻ നമ്മൾ അവളുടെ നാട്ടിൽ വന്നു, അത്ര തന്നെ. എടി, അവളെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അവളോട് ചോദിച്ചാൽ പോരെ? എന്നെയോ നിന്നെയോ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം അവൾ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് CID കളിക്കുന്നത്? എൻ്റെ വെട്രി, എൻ്റെ സംശയം ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നില്ലേ?
അല്പസമയം കൂടി നീ ഒന്ന് പ്രശ്നമുണ്ടാക്കാതെ ഇരിക്കെ പ്ലീസ്. രേഷ്മ അവനെ കൈകൂപ്പി കാണിച്ചു. പ്യൂൺ അവരെ അകത്തേക്ക് വിളിച്ചു. വെട്ടിയോട് താൻ എല്ലാം ഡീൽ ചെയ്തോളാം എന്ന രീതിയിൽ രേഷ്മ ആംഗ്യം കാണിച്ച ശേഷം അകത്തേക്ക് കയറി ചെന്നു. എയർ കണ്ടീഷൻ ചെയ്ത ആ വലിയ മുറിയിലെ ടേബിളിൽ ഒരു ബോർഡിൽ ഡോക്ടർ കനകതിലകം പെരുമാൾ MA PhD എന്ന് എഴുതിയിരുന്നു. മുറിയിൽ തന്നെ അവർക്കൊരു സ്വകാര്യ പുസ്തകശേഖരമുണ്ടായിരുന്നു. വെട്രിയെയും രേഷ്മയെയും കണ്ടതും അവർ വായിച്ചുകൊണ്ടിരുന്ന തമിഴ് നോവലിസ്റ്റ് രമണിചന്ദ്രൻ്റെ ആസൈ 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 എന്ന പുസ്തകം താഴേക്ക് മടക്കി വെച്ചു. നരകയറി തുടങ്ങിയ മധ്യവയസ്കയായ പ്രിൻസിപ്പൽ കനകതിലകം പെരുമാളിനെ നോക്കി രേഷ്മ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. വണക്കം മാഡം, വണക്കം, ഇരിക്കൂ. അവർ കസേരകളിലേക്ക് ചൂണ്ടിക്കാട്ടി. വെട്രിയും രേഷ്മയും കസേരകളിൽ സ്ഥാനം പിടിച്ചു. പറയൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവർ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മാഡം, ഈ സ്കൂളിൽ 2010-12 +2 ബയോളജി സയൻസ് ബാച്ചിൽ പഠിച്ച ആനന്ദി രാമസ്വാമി എന്ന പെൺകുട്ടിയുടെ ക്ലാസ് ടീച്ചറെ ഒന്ന് കാണുവാൻ സാധിക്കുമോ? അവളുടെ ചോദ്യം കേട്ട് പ്രിൻസിപ്പൽ ഒന്ന് നെറ്റി ചൊളിച്ചു. നിങ്ങളപ്പോൾ ഇവിടെയല്ലേ പഠിച്ചത്? അല്ല മാഡം, ഞങ്ങൾ ഈ പറഞ്ഞ പെൺകുട്ടിയെപ്പറ്റി അറിയുവാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് വരികയാണ്. കനകതിലകൻ ചോദ്യഭാവത്തോടെ കണ്ണടി ഒരു ടേബിളിലേക്ക് വെച്ചു. ഒരു ചെറിയ സംശയം ഇല്ലാതാക്കുക, അത്രമാത്രം. ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അത് പൂട്ടിക്കിടക്കുകയായിരുന്നു. പിന്നെ അവളെ അറിയുന്നവനെപ്പറ്റി ആലോചിച്ചപ്പോൾ അവൾ പഠിച്ച സ്കൂളിൽ വരുന്നതാണ് നല്ലതെന്ന് തോന്നി. +2-ൽ 98% മാർക്ക് വാങ്ങിയ ആളായതുകൊണ്ട് അവളുടെ ക്ലാസ് ടീച്ചർക്ക് അവളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിവ് കാണുമല്ലോ. പ്രിൻസിപ്പൽ ഒരു നിമിഷം മൗനമായി എന്തോ ആലോചിക്കുന്നത് പോലെ തോന്നി. ഒരു സ്വിച്ചിൽ വിരലമർത്തി. ആ സമയത്ത് പ്യൂൺ ഓടി വന്നു. ചിന്ന, ഒന്ന് നമ്മുടെ ബോട്ടണി ടീച്ചറെ കൂട്ടിക്കൊണ്ടുവരൂ. അമൃത ടീച്ചറാണോ? അല്ലാതെ നമുക്ക് വേറെ ബോട്ടണി ടീച്ചറുണ്ടോ ചിന്ന? ഇവൻ ഇങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും തിരിച്ചെന്തെങ്കിലും ചോദ്യം ചോദിക്കും. പ്യൂണിൽ നിന്നും അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ പറഞ്ഞു. 40 വയസ്സോളം തോന്നിച്ച വെളുത്ത് ഉയരം കുറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു അമൃത ടീച്ചർ. ടീച്ചർ എന്നെ അന്വേഷിച്ചോ? യെസ് ടീച്ചർ. ഇവർ ചെന്നൈയിൽ നിന്നും ടീച്ചർ പഠിപ്പിച്ച ഒരു കുട്ടിയെക്കുറിച്ച് അറിയുവാൻ വേണ്ടി വന്നതാണ്. ഇതാണ് 10 വർഷത്തോളമായി ഈ സ്കൂളിലെ ബയോളജി ബാച്ചിൻ്റെ ക്ലാസ് ടീച്ചർ. നിങ്ങൾക്ക് അറിയുവാനുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ. രേഷ്മയെ നോക്കി പ്രിൻസിപ്പൽ പറഞ്ഞു. അവരുടെ അനുമതി കിട്ടിയതും രേഷ്മ അമൃത ടീച്ചറിലേക്ക് തിരിഞ്ഞു. ടീച്ചർ, ആനന്ദി രാമസ്വാമി എന്ന ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? 2012-ൽ പാസ് ഔട്ട് ആയതാണ്. 98% മാർക്കൊക്കെ ഉണ്ടായിരുന്നു. രേഷ്മ അത് പറഞ്ഞതും അവരുടെ നെറ്റിയിലുണ്ടായിരുന്ന സംശയത്തിൻ്റെ വരകൾ മാറി സന്തോഷമായി. ഓർക്കുന്നുണ്ടോ എന്നോ? അവളുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെയുണ്ട്. അന്നത്തെ ബാച്ചിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ആനന്ദിക്കായിരുന്നു. അതുമാത്രമല്ല, സ്കൂളിലെ എല്ലാവിധ ആക്ടിവിറ്റീസിലും അവൾ തന്നെയായിരുന്നു മുന്നിൽ. ഞാൻ ഇതുവരെ പഠിപ്പിച്ചവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ ഒരാളായിരുന്നു ആനന്ദി. അവർ അത് പറഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായോ എന്ന ഭാവത്തിൽ വെട്രി രേഷ്മയെ നോക്കി. ഈ ആനന്ദിയെ പേഴ്സണലി ടീച്ചർക്ക് അറിയാമായിരുന്നോ? വീട്ടുകാരെയൊക്കെ? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായോ പണത്തിന് ആവശ്യമുള്ളതായോ ആനന്ദി എപ്പോഴേലും ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടോ? അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ടീച്ചർ ഒന്ന് നെറ്റി ചുളിച്ചു. പഠിക്കുന്ന കാലത്ത് അങ്ങനെ വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നതായതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവളുടെ അമ്മയുടെ കാര്യം വളരെയധികം കഷ്ടത്തിലാണ്. ആനന്ദി ആ ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം പിന്നീട് അവരുടെ മുഖത്ത് ഒരു തവണ പോലും ഞാൻ ആ ചിരി കണ്ടിട്ടില്ല. എന്ത്? വെട്രിയും രേഷ്മയും ഒരുപോലെ ഞെട്ടി. ഓ, ആ മരിച്ചുപോയ കുട്ടിയാണോ? പ്രിൻസിപ്പൽ ഓർത്തെടുത്തതുപോലെ അമൃത ടീച്ചറോട് ചോദിച്ചു. രേഷ്മ തൻ്റെ ഞെട്ടലൊന്നടക്കി വേഗത്തിൽ ഫോണിൽ ആനന്ദിയുടെ സർട്ടിഫിക്കറ്റിലെ ഫോട്ടോ സൂം ചെയ്ത് അമൃത ടീച്ചറെ കാണിച്ചു കൊടുത്തു. ഈ ആളിനെക്കുറിച്ച് തന്നെയാണോ ടീച്ചർ പറയുന്നത്? ഇതാരാ? അവർ സംശയത്തിൽ തിരിച്ചു ചോദിച്ചു. ഇതാണ് ഞങ്ങൾ ചോദിച്ച ആനന്ദി, രേഷ്മ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞ ആനന്ദി ഇതല്ല. പക്ഷേ ആനന്ദി രാമസ്വാമി എന്ന പേരിൽ ആ ബാച്ചിൽ അവൾ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അമൃത ടീച്ചർ ആകെ ആശയക്കുഴപ്പത്തിലായി. പ്രിൻസിപ്പൽ കനകതിലകത്തിനും ആകെ സംശയമായി. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ നമ്പർ ഒന്ന് പറയൂ. സ്കൂളിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ കമ്പ്യൂട്ടറിൽ ഉണ്ടാകും. പ്രിൻസിപ്പൽ കനകതിലകം സ്ലീപ്പ് മോഡിൽ ഇട്ടിരുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ മൗസിൽ 2 വട്ടം ക്ലിക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. രേഷ്മ ഫോണിൽ നോക്കി അവർക്ക് കൃത്യമായി രജിസ്റ്റർ നമ്പർ പറഞ്ഞു കൊടുത്തു. അവർ ആ നമ്പർ വളരെയധികം സൂക്ഷ്മതയോടെ ടൈപ്പ് ചെയ്തു. ജിജ്ഞാസയോടെ അമൃത ടീച്ചർ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഉറ്റുനോക്കി. ആകാംക്ഷ മൂലം വെട്രിയും രേഷ്മയും കസേരയിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിൻ്റെ മറുവശത്തേക്ക് നടന്നിരുന്നു. പ്രിൻസിപ്പൽ കനകതിലകൻ ടൈപ്പ് ചെയ്ത രജിസ്റ്റർ നമ്പറിൻ്റെ സെർച്ച് റിസൾട്ടായി ഒരു സർട്ടിഫിക്കറ്റ് വന്നു. അത് ഡബിൾ ക്ലിക്ക് ചെയ്തതും ആ സർട്ടിഫിക്കറ്റ് അവർ കാണാൻ പറ്റുന്ന വലുപ്പത്തിലായി. രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെ ആനന്ദിയുടെ പേരും അതേ വിവരമുള്ള മറ്റൊരു ആനന്ദിയെ കണ്ടപ്പോൾ വെട്രിയുടെയും രേഷ്മയുടെയും വായ തുറന്നുപോയി. കടവുളെ, മരിച്ചുപോയ ഒരാളുടെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയോ? അതും ഞാൻ പ്രിൻസിപ്പളായിരിക്കുന്ന എൻ്റെ സ്കൂളിൻ്റെ പേരിൽ? കനകതിലകം ലാൻഡ് ഫോണിൻ്റെ റിസീവർ കയ്യിലേക്കെടുത്തു. മാഡം പ്ലീസ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. രേഷ്മ അവരെ പിന്തിരിപ്പിച്ചു. എന്നിട്ട് തുടർന്നു. മാഡത്തിന് ഒരു സുധ എന്ന സ്ത്രീയെ അറിയുമോ? ഈ പറയുന്ന ആനന്ദിയുടെ അച്ഛൻ അവരുടെ കൂടെയുള്ള ആളാ. അതുപോലെ ഞങ്ങൾക്കറിയാവുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആനന്ദി ഈ പറഞ്ഞ സുധ എന്ന സ്ത്രീയുമായി അടിക്കടി ബന്ധപ്പെടാറുമുണ്ട്.
രേഷ്മ അത് പറഞ്ഞതും പ്രിൻസിപ്പൽ കനകതിലകം അമൃത ടീച്ചറോട് ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അമൃത ടീച്ചർ രേഷ്മയും വെട്രിയും ഒന്ന് നോക്കിയിട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അവർ പോയതും കനകതിലകം അവരുടെ നേർക്ക് തിരിഞ്ഞു. "നിങ്ങളൊരു കാര്യം ചെയ്യാമോ? ഒന്ന് പുറത്ത് കാത്തിരിക്കുമോ? എനിക്ക് ഈ കാര്യം വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. പേടിക്കണ്ട, നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല," അവർ പറഞ്ഞു. "അല്ല മാഡം, ഈ സുധി എന്ന സ്ത്രീയും തീർച്ചയായും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ യഥാർത്ഥ ആനന്ദിയുടേത് നോർമൽ ഡെത്ത് അല്ലെങ്കിൽ അതും അന്വേഷിക്കേണ്ട ഗൗരവമേറിയ ഒരു കാര്യമാണ്. എന്തായാലും ഇതൊന്നും നമ്മൾ മാത്രം അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ല. ദയവായി ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ," അവർ വീണ്ടും പറഞ്ഞു. വെട്രി കസേരയിൽ നിന്നും എഴുന്നേറ്റ് രേഷ്മയെ നോക്കി. അവളും ഒരു നിമിഷം എന്തോ ആലോചിച്ചതിന് ശേഷം വെട്രിക്കൊപ്പം വെളിയിലേക്ക് നടന്നു. ഓഫീസിന് മുന്നിലെ കസേരയിലേക്ക് അവർ തിരികെ വന്നിരുന്നതും അമൃത ടീച്ചർ അവരെ തൊട്ടടുത്ത കെട്ടിടത്തിലെ വരാന്തയിൽ നിന്നും അങ്ങോട്ടേക്ക് ചെല്ലാൻ കൈവീശി കാണിച്ചു. ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും അവരിരുവരും മുഖത്തൊരു പുഞ്ചിരിയുമായി ഓഫീസിന്റെ സമീപമുള്ള കെട്ടിടത്തിന്റെ വരാന്തക്കരികിലേക്ക് സാവധാനത്തിൽ നടന്നു ചെന്നു. "നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് എത്ര വേഗത്തിൽ ഓടാമോ അത്രയും വേഗത്തിൽ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടൂ. നിങ്ങൾ ചോദിച്ച സുധി എന്ന സ്ത്രീ ഈ പ്രിൻസിപ്പൽ കനകതിലകത്തിന്റെ അനുജത്തിയാണ്. മരിച്ചുപോയ ആനന്ദിയുടെ അമ്മ സുധയുടെ വീട്ടിലെ ജോലിക്കാരിയാണ്. അവരുടെ ഭർത്താവും സുധയുടെ ആശ്രിതനാണ്. ഈ സ്കൂളും ഗ്രാമവും ഒന്നും നിങ്ങൾക്ക് പറ്റിയതല്ല. വേഗം പോകൂ, ഇല്ലെങ്കിൽ ആ സുധയുടെ ആളുകൾ നിങ്ങളെ വെറുതെ വിടില്ല." അമൃത ടീച്ചറുടെ വാക്കുകൾ ഒരിടത്തി പോലെയാണ് അവരുടെ കാതുകളിൽ വന്ന് പതിച്ചത്. "ഞങ്ങളിനി എന്ത് ചെയ്യും ടീച്ചറെ?" രേഷ്മ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയതുപോലെ ചോദിച്ചു. "സുധ അപകടകാരിയാണ്. ഇവിടെ നിൽക്കല്ലേ, വേഗം രക്ഷപ്പെടൂ." അമൃത ടീച്ചർ വേഗത്തിൽ നടന്നുപോയി. വെട്രി രേഷ്മയുടെ കയ്യിൽ കയറി പിടിച്ചു. "രേഷ്മയെ, ഇനി ഒന്നും നോക്കാനില്ല. എങ്ങനെയെങ്കിലും നമുക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഓട്." വെട്രി അവളെയും കൂട്ടി മുന്നിലേക്ക് കുതിച്ചു. സ്കൂൾ ഗ്രൗണ്ട് താണ്ടി ഗേറ്റ് കടന്ന് ആ തെരുവിലേക്ക് ഓടുന്നതിനിടയിൽ പിന്നിൽ നിന്നും പ്യൂൺ ചിന്നയുടെ "ഓയ്" എന്ന വിളി അവർ കേട്ടു. "റോഡിലൂടെ പോയാൽ നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഏതെങ്കിലും ഇടവഴി കയറാം." വെട്രി സ്കൂളിന് മുന്നിലെ തെരുവിലൂടെ ഓടുന്നതിനിടയിൽ അത് പറഞ്ഞതും അല്പം അകലെ നിന്നും ഒരു ജീപ്പിന്റെ ഇരുമ്പൽ കേട്ടതും ഒരുമിച്ചായിരുന്നു. അവരിരുവരും വേഗത്തിൽ സമീപത്ത് കണ്ട ഒരു വീടിന്റെ ഗേറ്റിനുള്ളിലേക്ക് മറഞ്ഞു നിന്നു.